കുടിച്ചിട്ടുണ്ടല്ലേ? കുഞ്ഞേട്ട എത്ര കാര്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ എന്താ കാര്യം? എന്താട്ടാ? നീ ജോസിനെ കാണാറുണ്ടോ? ഉവ്വ്. അവന്റെ വീട്ടിൽ പോയിരുന്നോ? ഉവ്വ്, ഒരിക്കൽ. അയാളൊരു പാവായിരുന്നല്ലേ ഏട്ടാ? ആ മനുഷ്യൻ നശിച്ചത് ഞാൻ കാരണ. മോഹിപ്പിച്ചതും വഞ്ചിച്ചതും ഒക്കെ ഞാൻ തന്നെ. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അയാൾ അനുസരിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വയം നശിക്കരുതെന്ന്. അതൊരു തെറ്റാണോ ഏട്ടാ? എന്നുവെച്ച് ഏട്ടൻ പേടിക്കണ്ട. ഏട്ടൻ മരിച്ചു വരയ്ക്കപ്പുറത്ത് പോവില്ല സുമ. ഏട്ടൻ എന്നെ വിശ്വാസമുണ്ടോ? ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. സമാധാനമായിട്ട് പോയി ഓർമ്മ. എന്ത് പറയും ഞാൻ അവളോട്? അരുതെന്ന് പറയാൻ പറ്റുമോ? അവള് സ്നേഹിച്ചതാണ് അവനെ. ഞാനും അത് തകർത്തത്. സ്വർഗം എന്ന് കരുതി കൊടുത്ത നരകം. അന്നത് അവൾ കുട്ടും ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല. കറുത്തവൻ, പണമില്ലാത്തവൻ, അന്യജാതിക്കാരൻ. എങ്ങനെ ഇങ്ങനെ ഒരുത്തനെ എന്റെ കുട്ടി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാം. സ്നേഹം ഒരു ചേർച്ചക്കുറവ് നോക്കാറില്ല. അല്ലെങ്കിൽ കുട്ടി എങ്ങനെ എന്നെ... മതി, മനസ്സിലാവുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഒരു ചേർച്ചക്കുറവുമില്ല. എന്റെ അച്ഛൻ മില്യനറാ. പക്ഷേ ആ അച്ഛൻ എനിക്ക് അന്യനാ. ആൻ ഔട്ട്സൈഡർ. അച്ഛൻ എന്നെക്കാൾ വലുത് അച്ഛന്റെ രഹസ്യക്കാരി മകളുവാ. എന്റെ അമ്മയെ കൊന്നതാ. വേദനിപ്പിച്ച് മെന്റൽ ടോർച്ചർ. അച്ഛന്റെ ഒരു ഉറുപ്പ്യ പോലും എനിക്ക് വേണ്ട. അപ്പോ ഐ എം എ പൂർ ഗേൾ, ദാരിദ്ര്യവാസി. എന്നെക്കാൾ റിച്ചാ നമ്മള്. പിന്നെ സൗന്ദര്യം. ജവാൻ സാബ് സുന്ദരനല്ലെന്ന് ആരാ പറയാ? ചേർച്ചക്കുറവെന്ന് മറ്റുള്ളവർക്ക് തോന്നാ പ്രായാണ്. പക്ഷേ എനിക്കിഷ്ടം അതാണെങ്കിലോ? എനിക്ക് വേണ്ടത് സുന്ദരവിധിയായ ഒരു പയ്യൻ ഹസ്ബൻഡിനെയല്ല. ഒരച്ഛന്റെ വാത്സല്യം, ഒരു ഏട്ടന്റെ കമ്പാനിയൻഷിപ്പ്, ഒരു ഭർത്താവിന്റെ സെക്യൂരിറ്റി, ഒരു കാമുകന്റെ ഫൂളിഷ്നെസ്, എല്ലാം തികഞ്ഞ് ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. മൈ ബിലവഡ് ജവാൻ സാബ്. കുട്ടി പറയണമെന്ന് ആർക്കും മനസ്സിലാവില്ല. കുട്ടി ഇതൊന്ന് നിർത്തു ആദ്യം. എന്നെ പറഞ്ഞു കുട്ടിയാക്കതെ പേര് വിളിച്ചൂടെ? എന്നാ അമ്മുന്തോന്ന് വിളിക്കാം. ഓ യെസ്. അമ്മുന്തോന് ഈ എതിർപ്പുകളെ പേടിയില്ലേ? ആരെതിർക്കാൻ? ഞാൻ മരിക്കാൻ കിടക്കുമ്പോ പോലും ഒന്ന് വരാൻ കഴിയാത്ത അച്ഛനോ? അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ കച്ച കിട്ടിയിരിക്കുന്ന രാംമോഹൻ സാറോ? മോഹനേട്ട് സർജറി പാസ്സായാൽ അമേരിക്കയ്ക്ക് പോകാനുള്ള ഗ്രീൻ കാർഡ് മാത്രമാണ് ഞാൻ. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. അവർക്കെന്നെ മനസ്സിലാകും. എന്തോ എനിക്കിപ്പോഴും ധൈര്യം വരില്ല. ഒരു ഏലസ് ജപിച്ചു കിട്ടിയാ മതി. പട്ടാളത്തിൽ തന്നെ ആയിരുന്നില്ലേ നമുക്ക് ജോലി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇതൊരു വലിയ രാക്ഷസന്മാരുടെ പാളയം. എന്നെ അതിനുള്ളിൽ തടവിലിട്ടിരിക്കുകയാണ് അവര്. ഒരു മന്ത്രികുമാരനെ പോലെ വന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുള്ള ധൈര്യമുണ്ട് ജവാൻ സാബിന്? എങ്കിലൊന്ന് കൊണ്ടുപോ കാണട്ടെ. പിന്നെ എപ്പോഴാ? സുമയുടെ കാര്യം കഴിഞ്ഞോട്ടെ. അതിനിപ്പോ ജോസ് റെഡിയല്ലേ? അല്ല, അത് സ്വന്തം കാര്യങ്ങൾ വരുമ്പോ ഉച്ചനീചത്വം വിടാൻ പറ്റില്ലേ അല്ലേ? എല്ലാവർക്കും ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ട്. ചീത്തപ്പേരോ? സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിക്കണല്ലേ എന്താ ചീത്തപ്പേര്? കുട്ടിയത് അമേരിക്കയല്ല. നാട്ടുകാരും ബന്ധുക്കളൊക്കെ പേടിക്കണ്ടേ? ആരും സമ്മതിക്കില്ല. അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഒറ്റപ്പാലായാലും മനുഷ്യന്മാര് തന്നെയല്ലേ? നാട്ടുകാരോടും ബന്ധുക്കളോടും പോവാൻ പറ. ജവാൻ സാബ് സമ്മതിക്കോ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. എന്നാ കയ്യും തരൂ. താ. ഗുഡ് ബോയ്. എന്താ കോളേജിൽ പോകില്ല നീ? വരണം മുത്തശ്ശ. തോന്നേണ്ടതാണ്. തോന്നട്ടെ. കാര്യം കുറെ കൂടി എളുപ്പമാവും. ഒരു ഓപ്പണിംഗ് കിട്ടില്ലേ? ഞാൻ ഇവിടെ ഒരു വീട്ടിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നേ. ഞാൻ പോണ വഴിയിലെ വീടുകളിലാണല്ലോ എപ്പോഴും കംപ്ലൈന്റ്സ്. ഞാനൊരു ശല്യത്തിനും വരുന്നില്ലല്ലോ. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെ കാണാനുള്ള അവസരം അതും കൂടി നൽകരുത്. കള്ളിപ്പ് തീരെയില്ലല്ലോ. അമ്മയാണ് സത്യം. ഇല്ല,
പറഞ്ഞാൽ ആ വാക്ക് തിരിച്ച് നടക്കൂല. വിശ്വാസമില്ലെങ്കിൽ അമ്മയെ കാണുമ്പോ ചോദിച്ചു നോക്കിയോളൂ. ഒരു കാര്യം കൂടി പറഞ്ഞാ അനുസരിക്കോ? സംശയം വേണ്ട, അനുസരിക്കാം. ജോസ് ഒരു പെണ്ണേട്ടി സന്തോഷമായിട്ട് കഴിയണത് കാണണമെന്നുണ്ട്. എന്താ മിണ്ടാത്തെ? ഇത്രയും ക്രൂരത എന്നോട് വേണോ? അത് വേണം. ജോസിന്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? വേറെ എന്തും പറഞ്ഞോളൂ, ഒന്നും ആലോചിക്കാതെ അനുസരിക്കാം. പക്ഷേ ഇത് ക്ഷമിക്കണം, ഇതിൽ കൂടുതൽ എന്നെ വിഷമിപ്പിക്കരുത്. ഇനിയിങ്ങനെ വഴിവെക്കൽ പോലെ നിന്ന് കാണാണ്ടിരിക്കാം. വന്നോ? മുത്തശ്ശൻ കിടന്നു. സൂക്ഷിക്കണേ, എനിക്കാവും കുറ്റം. നീ അറിഞ്ഞിട്ടില്ല പോരെ? വൈകരുത്, ഞാൻ അടുക്കളയിലുണ്ടാവും. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറയാം, എനിക്ക് പോണം. എന്തിനെങ്ങനെ പേടിക്കണേ? പേടിയുണ്ട്, എനിക്കൊന്നും പരിചയമില്ലേ. എനിക്ക് ഡെയിലി ഇത് തന്നെ ജോലി. ഒരു കാമുകൻ അഡ്വഞ്ചറസ് ആയിരിക്കണം. ഹൈവേമാൻ എന്നൊരു കവിതയുണ്ട് ഇംഗ്ലീഷില്. കൊള്ളക്കാരനായ കാമുകൻ എന്നും രാത്രി കുതിരപ്പുറത്ത് ഇങ്ങനെ വരും. കാമുകയായ പ്രഭുകുമാരി അവളുടെ സ്വർണ്ണ തലമുടി ജനാലിലൂടെ താഴേക്ക് നീട്ടിയിട്ട് കൊടുക്കും. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഒരു കുതിര വാങ്ങിക്കളേ, പക്ഷേ സ്വർണ്ണത്തലും കൂടി വേണം. എനിക്കിപ്പോ കാണാതിരിക്കാൻ പറ്റണില്ല. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ, പക്ഷേ പറ്റണ്ടേ. മേനോ സാറ് സംശയം പറഞ്ഞപ്പോ പിന്നെ ഈ പരിസരത്തൂടെ വരാൻ മടിയാ. ചിലപ്പോ അച്ഛൻ വരും. ഇന്ന് മുത്തച്ഛൻ പറഞ്ഞതാ. അതാ രാത്രി തന്നെ കാണണമെന്ന് രാധയെ പറഞ്ഞു വിട്ടത്. അപ്പോ എല്ലാം മേനോ സാർ അറിഞ്ഞല്ലേ? എന്നോടൊന്നും ഇന്നുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ അറിയാം. നിങ്ങളുടെ ഏടത്തി മുത്തശ്ശിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തെന്ന് രാധ പറഞ്ഞു. ഏടത്തിക്ക് അറിയോ? അത് ഒരു അബദ്ധം പറ്റിപ്പോയി. സാരില്ല, എല്ലാവരും അറിയട്ടെ. അപ്പൊ ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ സംഗതി സീരിയസ് ആവുക. എനിക്ക് ഒരാളെ പേടിയുള്ളൂ, ജവാൻ സാബിനെ. അച്ഛനെയും മുത്തച്ഛനെയും കാണുമ്പോ കവാത്ത് മറക്കരുത്. എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒറ്റ പ്രശ്നമുള്ളൂ സുമ. അതൊരു പ്രശ്നമാവില്ല, അത് ഞാൻ ഏറ്റു. പിന്നെന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്നെ ചീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കതാ പേടി. ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? എന്ത് ചോദ്യം? ഇതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നെ വിട്ടുകളയൂ. ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയും ചീറ്റഡായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സുധാകരൻ നായരെ, തൃപ്തിയായിടോ? വളരെ നന്ദിയുണ്ട് സാർ. മിണ്ടിപ്പോരുത്, ഒന്ന് കുഴിച്ചു മൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. വീഴ്ച കണ്ട കടന്ന് പോടാ അതിന്റെ മോനെ.